നിന്നെ ഒന്നും കണ്ടില്ലല്ലോ കാപ്പി കുടിക്കാന്. എല്ലാരും പാത്രം കൊണ്ട് വന്നിട്ട് നിന്നെ ഞാൻ കണ്ടില്ലല്ലോ. വിഷമം കൊണ്ടാണ് സാറേ കാപ്പി കുടിക്കാൻ വരാത്തത്. എനിക്കെന്തോടി വിഷമം? സാറേ എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവും 2 മക്കളും ഉണ്ട് സാറേ. ഞാൻ വീട്ടു ജോലിക്ക് പോയാണ് ജീവിക്കണം സാറേ. ഞാൻ വീട്ടിൻ്റെ അടുത്തൊരു റോഡുണ്ട്, റോഡിൽ ചെന്ന് നിന്ന് അങ്ങനെ വീട്ടു ജോലിക്ക് പോകാനായിട്ട് നിന്നപ്പോഴത്തേക്ക് വണ്ടിയൊന്നും വന്നില്ല. വിഷമിച്ച് ഞാൻ ഇങ്ങനെ നിന്നപ്പോൾ ഒരു പയ്യെ വണ്ടിയിൽ ഒന്ന് ചോദിച്ചു, ചേച്ചി വരണമെന്ന് ചോദിച്ചു. പരിചയമില്ലാത്ത ആളുടെ വണ്ടി കയറാൻ കൊള്ളാമോ സാറേ? ഞാൻ കയറി സാറേ. പക്ഷെ അങ്ങോട്ട് പോയപ്പോഴേ അവൻ ചോദിക്കല്ലേ നമുക്കൊരു ചായ കുടിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോഴേ പരിചയമില്ലാത്തൊരു ചായയും കാപ്പിയും കുടിക്കാൻ കൊള്ളാമോ സാറേ? അത് തെറ്റാ. ഞാനെന്ത് ചെയ്തു, ചായക്കടയിൽ നടയെ കൊണ്ട് നിർത്തിയിട്ട് അവ എന്നോട് ചോദിക്കല്ലേ ചായ വേണോ കാപ്പി വേണോ എന്ന്. അപ്പൊ ഞാനിത് രണ്ടും വേണ്ട, എനിക്കൊരു ഷാർജ മതി എന്ന് പറയും. പരിചയമില്ലാത്തവന്റെ കാപ്പിയും ചായയും കുടിക്കാൻ കൊള്ളാമോ സാറേ? ശരിയുള്ള കാര്യമല്ല. അങ്ങനെ ചായ കുടിച്ചോണ്ടിരുന്നപ്പോ ഇവൻ ചോദിക്കല്ലേ നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ എന്ന്. അങ്ങനെ പോയി സാറേ. ഞാൻ സിനിമയ്ക്ക് പോയി വണ്ടിയിൽ അവന്റെ കൂടെ. സിനിമ ആര് കണ്ടു സാറേ? സിനിമ കാണാൻ അവൻ കൊച്ചു പയ്യനാണ് സാറേ. അവനെ ഞാൻ സിനിമ വിട്ടപ്പോ പിടിച്ച പാർക്കിൽ കൊണ്ടുപോയി സാറേ. പാർക്കിൽ കൊണ്ടുപോയി അവന് 5:30 വിട്ട് ഞാൻ 7:30 വരെ അവന് പറഞ്ഞ് മനസ്സിലാക്കി നിന്റെ ഭർത്താവിന് ഭയങ്കര സംശയം. തിരിച്ച് വീട്ടിൽ വന്ന മണി 8 സാറേ. ഇയാള് സംശയിച്ചിങ്ങനെ നിൽക്കുകയല്ലേ, എന്നെ അടിക്കാനും വെട്ടാനും ഒക്കെ ആയിട്ട്. ഞാൻ നേരെ റൂമിനകത്ത് കയറി മാതാവിന്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ എന്റെ ഭർത്താവിന് നല്ലത് രീതി കൊടുക്കണേ, വെള്ളമടിയും എല്ലാം നിർത്തി ജോലിക്കൊക്കെ പോകണേ എന്ന് ഇങ്ങനെ കുറച്ച് പറഞ്ഞിരുന്നപ്പോ ഇയാൾ ചോദിക്കുകയല്ലേ നീ ആരടി അകത്ത് വേറെ വിളിച്ച് നിർത്തി സംസാരിച്ചോണ്ടിരിക്കണെന്ന് പറഞ്ഞിട്ട് കഥവും തുറന്ന് കയറി വന്ന് എന്നെ ചവിട്ടാനായിട്ട് വന്ന് തള്ളി അങ്ങിട്ട് ചവിട്ടി. ഞാൻ എന്തിനും ചെന്ന് വീണ ഒരു കമ്പിയിലെടുത്ത് കമ്പിപ്പാലെടുത്ത് ഇതെടുക്കാനും അയാളെ തലയിൽ ഒരു ഒറ്റയാടി. ചത്തില്ല സാറേ, ഇയാള് ബോധം കിട്ടങ്ങ് വീഴുന്നു. അതോടുകൂടി അയാളെ സംശയം അങ്ങ് തീർന്നു. 2 പേരേ ഉള്ളു സാറേ. ഒരു അപ്പച്ചനും ഒരു അമ്മച്ചി മാത്രമേ ഉള്ളൂ. അപ്പച്ചനാണെങ്കിൽ എന്നെ കണ്ട ഉടനെ അയാൾക്ക് തൈലോട്ട് തടവണം. എപ്പോഴും തൈലോട്ട് കാല് തടവണം, കൈ തടവണം, പെറും തടവണം. ഇത് തന്നെ അയാൾക്കുള്ള സ്വഭാവം. നിന്റെ തടക അപ്പച്ചനങ്ങ് ഇഷ്ടപ്പെട്ടടി. സാറിന്റെ വീട്ടിൽ ജോലിക്കാരിയുണ്ടോ? എന്റെ വീട്ടിലൊരു പെണ്ണിനെ നിർത്തിയിട്ടുണ്ട്. സാറിന്റെ ഭാര്യക്ക് സംശയമുണ്ടോ? എന്റെ വീട്ടിൽ അങ്ങനെ സംശയവും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ നല്ലതായിട്ടൊക്കെ അത് ജീവിക്കുന്നത്. പിന്നൊരു കാര്യമാടി, എനിക്കൊരു 12 മണിയാകുമ്പം എനിക്ക് ഇച്ചിരി തണുത്ത വെള്ളം കുടിക്കണം. അത് ഞാൻ അടുക്കള ഇച്ചിരി തണുത്ത വെള്ളം കുടിക്കാൻ പോകുമ്പോ സാറ് പോവും. പോവും. അന്നേരമാ ഈ വീട്ടുജോലിക്കാരി അടുക്കള കിടക്കുന്നു. പിന്നെ സംശയിക്കാതിരിക്കോ സാറേ? അതാടി എന്റെ ഭാര്യക്ക് അത് വെച്ച ഒരു ഭയങ്കര സംശയം പോലെ. സാറിന് കാര്യം ചെയ്യും, എന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഇറക്കും സാറേ. ഞാനേ സാറിന്റെ വീട്ടിൽ പൈസ എന്നും തരണ്ട, സാറിന്റെ വീട്ടിൽ ജോലിക്ക്. അയ്യോ, നിന്നെ ഇറക്ക, എന്റെ വീട്ടിലേ നീ ജോലിക്ക് വരണ്ട.